ഛേ, ഈ മീര ഇതെന്താ വരാത്തെ? അതിനവൾ എപ്പോഴെങ്കിലും ടൈം കീപ്പ് ചെയ്യാറുണ്ടോ? അത് ശരിയാ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ? പിന്നെ വളരെ നേരത്തെയാ. ആക്കല്ലേ മോളെ, ഇതെന്നെ വൈബാടി. അതല്ലടി ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത്. സാധാരണ ആരും അങ്ങനെ ഇവിടെ വരാറില്ല. ആണുങ്ങൾ ആരും വരില്ലല്ലോ, അത് തന്നെ സെറ്റ്. അതാണ്. ഇതാരാ? ഉള്ള സമാധാനവും പോയി. ലഗേജ് ഒക്കെ ആയിട്ട് വല്ല അധോലോകമാണോ? ഇനി ഈ സ്ഥലത്തിന്റെ ആരെങ്കിലും? എക്സ്ക്യൂസ് മീ, ഇതെൻ്റെ പ്ലേസ് ആണ്. ഒന്ന് മാറിയിരുന്നെങ്കിൽ ഓക്കെ ആകുമായിരുന്നു. താങ്ക്സ്. ദൈവമേ, നീയൊക്കെ എന്തിനാടി മാറിയേ? ആരാ എന്തോന്നൊക്കെ അറിയാതെ. അയാൾ എന്താ ചെയ്യുന്നേ നമുക്ക് നോക്കാം. എടി, അയാൾ വെള്ളം അടിക്കാൻ പോവുക. ഇന്നത്തെ ദിവസം സ്പോയിലായി. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കണേ. എല്ലാവരെയും അനുഗ്രഹിക്കണേ. എന്താ? ഹലോ, ഇതെന്താ പരിപാടി? എന്താ, ബ്ലൈൻഡ് ആണോ? ഞങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും. നിങ്ങൾ എന്തിനാ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? സ്ത്രീകളുടെ മുന്നിൽ നിന്ന് ഇതുപോലത്തെ കലാപരിപാടികൾ. സോറി, ഞാനൊരു കലാകാരനേ അല്ല. പിന്നെ ഇത് കലാപരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. വാ, നമുക്ക് മാറിയിരിക്കാം. എന്തിന്? അതായിരിക്കും നല്ലത്. നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ആണുങ്ങളെ പേടിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ. എക്സാക്ട്ലി, നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. ഛേ,
അത് ശ്രദ്ധിക്കേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ശരിയാ, കുറെ കഴിയുമ്പോ താനേ പൊക്കോളും. പോയത് തന്നെ. അല്ല, തന്റെ ഡിവോഴ്സ് കേസ് എന്തായി? എന്താവാൻ, അയാൾക്ക് ഞാൻ മതിയെന്ന്. അതങ്ങനെ ഒരു യൂസ്ലെസ്. ആൻ, നിന്റെ പുതിയ ലൈൻ എന്തായി? അവൻ എന്നെ നന്നായിട്ട് തേച്ചടി. അവന് ബുദ്ധിയുണ്ട്. ശരിക്കും ഒരു നല്ല പണി തന്നു. നീ തേച്ചവരുടെ ലിസ്റ്റ് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നെ കണ്ടു പഠിക്ക്. നോ സീരിയസ് റിലേഷൻഷിപ്പ്, ഓൺലി എൻജോയ്മെന്റ്. അതാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി വേണ്ട, നന്നായി എൻജോയ് ചെയ്യാനും പറ്റും. എന്താ ഇവിടെ പറഞ്ഞതാ. എടി, എന്തായി പട്ടായ ട്രിപ്പ്? ടിക്കറ്റ് ഓക്കെ ആയോ? അവിടെ ചെന്നിട്ട് വേണം നല്ല കുറെ പിക്ചേഴ്സ് എടുത്ത് അവന് അയച്ചു കൊടുക്കാൻ. പന്ന റാസ്കൽ. നെക്സ്റ്റ് മന്ത് 5th ഓക്കെ ആണ്. ഒള്ളി ലേഡീസ് ഗ്രൂപ്പ് മതി. എടി, നമ്മൾ 3 പേർക്ക് ആണുങ്ങളെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാലോ. ശരിക്കും ഇവന്മാരൊരു വേസ്റ്റാ. വേസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് ചില വേസ്റ്റുകൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഹലോ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? എന്തിനാണ് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്തിന്? നേരത്തെ പറഞ്ഞ കലാപരിപാടി. എടോ, തന്റെ ക്ലബിലെ സ്പീച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? സ്ത്രീകൾ സ്വാതന്ത്ര്യം എന്തോ അല്ലായിരുന്നോ സബ്ജക്റ്റ്? സൂപ്പർ ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. സ്ത്രീകൾക്ക് എൻജോയ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടത്. സ്വാതന്ത്ര്യം അത് സൂപ്പറാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് താങ്ങാൻ പറ്റുമോ? ശരിക്കും ഇയാൾ നമ്മളോടാണോ അതോ ഫോണിലാണോ? മൈൻഡ് ചെയ്യണ്ട. പിന്നെ എൻ്റെ പപ്പ വിളിച്ചിട്ട് പറയാ ഉടൻ തന്നെ എന്നെ കെട്ടിച്ചു വിടുമെന്നു. നീ എന്ത് പറഞ്ഞു? എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. എല്ലാ ആണുങ്ങളും ഇഡിയറ്റ്സ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഹലോ, ഞങ്ങൾ സംസാരിക്കുകയാണ്. ഞാനും സംസാരിക്കുകയാണ്, പക്ഷേ റിപ്ലൈ ഇല്ല. അതാണ് ഡിഫറൻസ്. ദേവു, എനിക്ക് ശരിക്കും ഈ ആണുങ്ങളോടുള്ള ട്രസ്റ്റൊക്കെ അങ്ങ് പോയി. ലാസ്റ്റ് ഡാമേജ് മാത്രം. കറക്റ്റ് പ്ലേസിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ ലൈഫ് ക്രാഷ് ആകും. നിങ്ങൾ ഫുൾ ടൈം ഫിലോസഫറാണോ? പാർട്ട് ടൈമാണ്, ഫുൾ ടൈം മിസ്റ്റേക്കാണ്. അതാരുടെ ഫോട്ടോ? ഡിലീറ്റ് ആയിപ്പോയി, പക്ഷെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഫ്രീഡം കൂടിയതുകൊണ്ട് റേസ് ആയതാണ്. നിങ്ങളുടെ പേരെന്താ? ഒരു പേരിൽ എന്തിരിക്കുന്നു? വേണമെങ്കിൽ DP എന്ന് വിളിച്ചോളൂ. DPയോ? വേണോ? ഏയ് വേണ്ട. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. കള്ളിന് കൊതി കിട്ടിയ പ്രശ്നം അതുകൊണ്ട്. അങ്ങനെയുണ്ടോ? എങ്കിൽ ഞാൻ കൂടാ. ഇത് എന്തൊരു ത്യാഗം. മീര, നിനക്കെന്താ? എന്തായാലും അടിച്ചു പൊളിക്കണം. ഞാൻ പോവാ. ശരിയാണ്. എന്തായാലും ചില്ല് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാ. അതാണ് സ്പിരിറ്റ്. ഗ്ലാസ് വേണോ അതോ ബോട്ടിൽ മതിയോ? അതൊക്കെ ടിപ്പിയുടെ ഇഷ്ടം. സെറ്റ്, വാ. എന്താ കൊച്ചേ ഇത്? ചിയേഴ്സ് അടിക്കാതാന്നോ കുടിക്കുന്നത്? ഷോ, ചിയേഴ്സ്. വേണോ? ഇനി ഞാനായിട്ട് നിങ്ങൾക്ക് കമ്പനി തന്നില്ലേ മോശമല്ലേ? പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്കങ്ങ് വിഷമമായനെ. DP, ഞാൻ ദേവിക മേനോൻ. മീര നായർ. And Mary. എല്ലാവർക്കും ഹായ്. അല്ല DP, നേരത്തെ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞാരെയാ? ഓർക്കാൻ ഇഷ്ടമില്ലാത്ത, മറക്കാൻ പറ്റാത്ത ഒരാൾ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഭാര്യയായിട്ട് വരും. അയ്യോ സോറി. അത് വിട്. നിങ്ങളെങ്ങനാ, ഇടയ്ക്കിടെ അടിയുണ്ടോ? എന്റെ DP, ജീവിതം ഒന്നേ ഉള്ളൂ. അതൊക്കെ മാക്സിമം അടിച്ച് പൊളിക്കുക. അതാണ് ലൈഫ് ഒന്നല്ലേ ഉള്ളു ചേട്ടാ. അയ്യോ, ലൈഫ് ഒന്നേ ഉള്ളൂ.
ഗ്ലാസൊന്ന് നിറയ്ക്കൂ, മനസ്സൊന്ന് തുറക്കൂ, ജീവിച്ചു സുഖിക്കൂ, കഥയെല്ലാം മറക്കാം. ചിരിച്ചാൽ കരയും, കരഞ്ഞാലും ചിരിക്കും, മറന്നാൽ ജീവിക്കും, ഓർത്താലും മരിക്കും. ചിരിച്ചാൽ കരയും, കരഞ്ഞാലും ചിരിക്കും, മറന്നാൽ ജീവിക്കും, ഓർത്താലും മരിക്കും. ഇന്നലെല്ലാം പിന്നേക്കാം, ഇന്ന് ഏലം നാളെ ഓൺലൈൻ സ്മൈൽ ഓഫ്ലൈൻ പെയിൻ, സ്റ്റാർട്ടസ് ബ്രൈറ്റ് ഇൻസൈഡ് ഡാർക്ക്, ഫേസിൽ സ്മൈൽ ഹാർട്ടിൽ സ്കാർ, ലൈഫിൽ ഫുൾ മിക്സ് ആൻഡ് ഫ്ലേവർ. Morning smile, evening done, inside heartil fully pain, phone inside mindil doubt, പറയാനുണ്ട് വരുന്നില്ല out, status happy story bright, real life in fully dark. ഒരു പേര് കേട്ടാൽ മനസ്സൊന്ന് നനയും, ഒരു ഓർമ്മ വന്നാൽ കണ്ണുകൾ നിറയും, കുടിച്ചു മറക്കുമ്പോഴും ഓർമ്മ വിടില്ല, ഗ്ലാസ് തീർന്നാലും നീ മറയില്ല. ഗ്ലാസൊന്ന് നിറയ്ക്കൂ, മനസ്സൊന്ന് തുറക്കൂ, ജീവിച്ചു സുഖിക്കൂ, കഥയെല്ലാം മറക്കാം. ചിരിച്ചാൽ കരയും, കരഞ്ഞാലും ചിരിക്കും, മറന്നാൽ ജീവിക്കും, ഓർത്താലും മരിക്കും. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. എന്തൊരാവേശമായിരുന്നു. ഇതാ കിടക്കുന്നു. അയ്യേ, ഫ്രീഡം വേണം. മൂന്നെണ്ണത്തിന് നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും. എല്ലാവരും എഴുന്നേറ്റേ, എല്ലാം ഫിറ്റ് ആണല്ലോ. പോലീസ് ദേവികി, പോലീസ് എഴുന്നേക്ക്. പോലീസ് പോലീസിനോട് കള്ള വോട്ട് ഉണ്ടോന്ന് DPയോട് ചോദിക്കേ. എടി എണീക്കടി, പോലീസ്. അയ്യോ, പെട്ടെന്ന് വന്ന് ജീപ്പേ കയറ്. എന്നാലും എൻ്റെ DP ആ DP മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. DP ദുഷ്ടൻ, മനുഷ്യത്വമില്ലാത്തവൻ. അല്ല സാറേ, അയാളെ എന്താ കൊണ്ടുപോകാത്തത്? നിങ്ങൾ എന്തിനു പറഞ്ഞത്? ദുഷ്ടൻ, മനുഷ്യത്വം ഇല്ലാത്തവൻ. ആ മനുഷ്യനാണ് എന്നെ വിളിച്ചത് നിങ്ങളെ സേഫായി വീട്ടിലെത്തിക്കാൻ. ഡേവിഡ് പോൾ സാർ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. പിന്നെ സാറിന്റെ ഭാര്യ കൂട്ടുകെട്ടിപ്പെട്ട് മയക്കുമരുന്നിന് അടിമയായി അവസാനം ആത്മഹത്യ ചെയ്തു. ആ വിഷമം മറക്കാനാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് നിങ്ങൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത്.
വന്നിരിക്കുന്നു അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ. അപ്പോ ഈ ലോകത്ത് നല്ല ആണുങ്ങളും ഉണ്ടല്ലേ? എന്തായാലും നമുക്ക് ആ പട്ടായ ട്രിപ്പ് ഒന്ന് മാറ്റി വെക്കാം. ഞാനും ഇത് പറയാനിരിക്കുമായിരുന്നു. നമുക്ക് DP ഒന്നുകൂടെ വന്ന് കാണണം. ശരിയാ, നമുക്ക് വരണം. നീ എന്നെ വിട്ടു പോയില്ലായിരുന്നേ, ഞാനിങ്ങനെ ആവില്ലായിരുന്നു. കള്ള് തീർന്നാലും നീ മറയില്ല. കുടിച്ചു മറങ്ങുമ്പോഴും ഓർമ്മ വിടില്ല. ഗ്ലാസ് തീർന്നാലും നീ മറയില്ല. ഗ്ലാസ് ഒന്ന് നിറയ്ക്കൂ, മനസ്സൊന്ന് തുറക്കൂ, ജീവിച്ചു സുഖിക്കൂ, കഥയെല്ലാം മറക്ക.